ഇതും ഒരു ഓൾഡ് സോങ്ങാണ്. അപ്പം നമുക്ക് രണ്ടുപേരി മൂളി നോക്കാം. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കം തെന്നൽ, പണ്ടൊരു വടക്കം തെന്നൽ. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരിത്തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. തരള ഹൃദയ വികാരലോലൻ തെന്നലവളുടെ ചുടി നുകർന്നു, തണുവണിത്തളിർ ശൈകയിൽ തണു തളർന്നു വീണു, തമ്മിൽ പുണർന്നു വീണു. പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നൊന്നവളെ നോക്കി, അവളടുത്തിൽ അകലെയെങ്ങോ മറഞ്ഞു പോയി, തെന്നൽ പറന്നു പോയി. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കം തെന്നൽ, പണ്ടൊരു വടക്കം തെന്നൽ. എങ്ങനെയുണ്ട്? അതായത് എനിക്കിഷ്ടമായി. ഞാൻ പാടുന്ന പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്. കാരണം ഗാനം എപ്പോഴും നമുക്ക് ഒരു സാന്ത്വനം തരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് പാട്ട് ഭയങ്കര ഒരു മനോഹരമായ ഗാനങ്ങൾ പാടാൻ അറിയില്ലെങ്കിലും നമ്മളിങ്ങനെ മൂളി മൂളി പാടി വരുമ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആവും. വലിയ ഗായികയൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ സന്തോഷം നമ്മൾ പാടി 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 തീർക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. നിങ്ങൾ പാടി നോക്കൂ. നിങ്ങൾ ആരെങ്കിലും പാടിയിട്ടുണ്ടോ? പാടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പാടി നോക്കൂ. ഭയങ്കര നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും അതിൽ. അങ്ങനെ എൻ്റെ അച്ഛൻ പാടുന്ന പാട്ടിലൊന്നാണിത്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എപ്പോഴും ഇങ്ങനെ പാടും. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കം തെന്നൽ. അത് അർത്ഥമുള്ള, പണ്ടത്തെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമുള്ള വരികളാണ്. നമ്മളത് കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെയൊക്കെയുള്ള ഗാനങ്ങളാണ് പണ്ടത്തെ ഗാനങ്ങൾ. അപ്പം അതിലൊന്നാണ് ഈ പാട്ട്. പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഗിറ്റ്, അതായത് ഭയങ്കര ഫേമസ് ആയ പാട്ടുകളാണ് ഇതൊക്കെ. പഴയ ഓൾഡ് സോങ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പാട്ടിനോടൊരു ഇഷ്ടം വരും. അപ്പം അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണ്